Hello everyone, welcome back to Surya's Travel and Cooking World. അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. ഇപ്പോൾ 117 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഈ ഒരു സന്തോഷത്തിന് നമുക്ക് അല്പം മധുരം തയ്യാറാക്കാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. അപ്പം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 4 ടേബിൾ സ്പൂൺ ഹണി, 1/4 ടീസ്പൂൺ കോഫി പൗഡർ. പിന്നെ ഞാനിവിടെ ആൽമണ്ട് എടുത്തിട്ടുണ്ട്. ആൽമണ്ട് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കാഷ്നട്ടോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പം നമുക്കിനി ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പം നമുക്കിനി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കുകയാണ്. അപ്പം നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പം തുടക്കം തൊട്ടേ ലോ ഫ്ലെയിമിലിട്ട് വേണം തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് മിക്സ് അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അന്നേരത്തിന് ഇത് കുറച്ചുകൂടെ തിക്കാവും. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് നന്നായിട്ട് തണുത്തിട്ടുമുണ്ട്, നന്നായിട്ട് തിക്കായിട്ടുമുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഹണിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആൽമണ്ട് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു 30 മിനിറ്റോളം നമ്മളിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് മിക്സ് മുഴുവൻ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് വല്ലതും ഉണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 30 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.
അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.